പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ ഫാദർ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തൊക്കെയാണ് ഫാദറെ വിശേഷങ്ങൾ? മിനിസ്റ്ററുടെ പല മഹത്തായ പരിപാടികളും ഞങ്ങൾ ആസ്വദിക്കാറുണ്ട്. ഈ ടോയ്ലറ്റ് നിർമ്മാണത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്ന ഒരു മന്ത്രി വേറെ ഉണ്ടാവില്ല. ഫാദർ, അത് മറ്റൊന്നും കൊണ്ടല്ല, മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഇടങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തനായി മാറുന്നത്. ഈ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ താങ്കൾ തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ എല്ലാ തിരികളും കത്തിക്കുന്ന രീതി, അത് വളരെ മാതൃകാപരമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ തിരിതെളിക്കാൻ പറയുമ്പോൾ മറ്റു പലർക്കും പുറകോട്ട് മാറുന്ന ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന അന്തരീക്ഷം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എനിക്കങ്ങനെയുള്ള ഒരു മടിയില്ല. ഞാൻ എല്ലാ തിരിയും ഞാൻ തന്നെ കത്തിക്കും. അതേപോലെ തന്നെ ഈ സെൽഫിയോടുള്ള താങ്കളുടെ ഭ്രമം അത് വളരെ ഗംഭീരമാണ്. ഓഹോ, ഞാൻ ആദ്യം വിചാരിച്ചത് അച്ഛനെന്നെ പുകഴ്ത്തി സംസാരിക്കുക എന്നാണ്. പിന്നീടാണ് മനസ്സിലായത് ശാസ്ത്രീയമായ രീതിയിൽ എനിക്കൊരു പണിയാണെന്ന്. മിനിസ്റ്റർ ഈ ഉദ്ഘാടനത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ആളാണല്ലോ. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോയ്ലറ്റുകളായതുകൊണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ ഒരു കേന്ദ്രമന്ത്രിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും പ്ലംബറെ വിളിച്ചാൽ മതി. അതെ, മറ്റൊരു പ്രധാന കാര്യം, ഈ ആദിവാസികൾ കാട്ടിൽ വിറകെടുക്കാൻ പോകുമ്പോൾ കടുവ ആക്രമിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് വിറകെടുക്കാൻ പോകുന്നതായിരിക്കില്ല, തടി മോഷ്ടിക്കാൻ പോകുന്നതായിരിക്കും. ഈ ടോയ്ലറ്റ് ഇല്ലാത്തവർ അതിനായി കാട്ടിൽ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്. അത് ഈ കടുവകളുടെ ടോയ്ലറ്റിലേക്ക് മനുഷ്യൻ്റെ കടന്നുകയറ്റം കടുവകൾക്ക് ഇഷ്ടപ്പെടാതെ വരുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നത്തിന് കാരണമെന്നാണ് എൻ്റെ ഒരു നിഗമനം. കർത്താവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഈ മന്ത്രിമാർ അറിയുന്നില്ല. ഇവരോട് പൊറുക്കണമേ. അച്ഛനെന്താ കൈയൊക്കെ ഒടിച്ചു പറിച്ചൊക്കെ വെച്ചിരിക്കുന്നത്? ഓ, ഒരു വിനോദത്തിന്. ഫണ്ടാസ്റ്റിക്. ഞാൻ ബീജിങ്ങിൽ ഒരു ഫംഗ്ഷന് അവിടെ ചീഫ് ഗസ്റ്റായിട്ട് പോയ സമയത്ത് അവിടെ ഈ ടൂറിസത്തിന് വേണ്ടിയിട്ട് കയ്യും കാലും ഓടിക്കാൻ തയ്യാറായിട്ടുള്ള ധൈര്യശാലികളായിട്ടുള്ള ടൂറിസ്റ്റുകളെ എനിക്കവിടെ കാണാൻ സാധിച്ചു. അതാണ് ടൂറിസത്തോട് അവരുടെ ഒരു അപ്രോച്ച്, അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അച്ഛൻ്റെ ഈ ഒരു പ്രവൃത്തി നമ്മുടെ നാടിനൊരു തുടക്കമായിരിക്കുകയാണ്. മിനിസ്റ്ററെ, ഞാൻ ഈയിടെ വാഗമണിൽ കുട്ടികളുമായി ടൂറിന് പോയതിൻ്റെ റെസ്പോൺസ് അറിയിക്കാനാണ് ഇപ്പോൾ ഞാനിവിടെ വന്നത്. വാഗമൺ, വാട്ട് എ ഫാന്റാസ്റ്റിക് ഡെസ്റ്റിനേഷൻ. അവിടെ ഈ അടുത്ത് ഞാൻ കോലാഹലമേട്ടിൽ ഒരു റോപ്പ് വേ ഉദ്ഘാടനം ചെയ്തിരുന്നു. ആ റോപ്പ് വേയുടെ കാര്യം പറയാനാ ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഞാനും കുട്ടികളും ടീച്ചേഴ്സും അതിൽ കയറിയ ഉടനെ അത് പൊട്ടി താഴെ വീണു. ഭാഗ്യത്തിന് എനിക്കിത്രേ പറ്റുള്ളൂ. ഈ കുട്ടികളെയും കൊണ്ട് വിനോദയാത്രയ്ക്ക് പോകാൻ സൂയിസൈഡ് പോയിന്റ് മാത്രമേ കിട്ടിയുള്ളൂ അച്ചോ. ലോകത്ത് വേറെ എന്തോരം സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഈ വാഗമൺ എന്ന് പറയുന്നത് PCയുടെ ഒരു ആവാസ കേന്ദ്രമാണ്. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാം. പിന്നെ ഞാൻ ഇന്ന് വരെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതികളും പെരുദോഷം കേൾപ്പിച്ചിട്ടില്ല. മിനിസ്റ്ററെ, തന്നെത്താൻ ഉയർത്തപ്പെടുന്നവൻ താഴ്ത്തപ്പെടും, താഴ്ത്തപ്പെടുന്നവൻ ഉയർത്തും. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പണ്ടേ ഞാൻ വലിയ ആളായിരുന്നു, ഇപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും വലുതായിക്കൊണ്ടേയിരിക്കുന്നു. ലോകാവസാനം അടുത്തോ കർത്താവേ? സഖാവേ, അദാനി വന്ന് കടലിലൂടെയും ആകാശത്തിലൂടെയും നേട്ടമുണ്ടാക്കിയാലേ കോട്ടം വരുന്നത് പാർട്ടിക്കാ. മനസ്സിലായി. എയർപോർട്ട് സ്റ്റാഫ് യൂണിയനോട് വിശദീകരണം നൽകേണ്ടി വരും അല്ലേ? നമ്മുടെ യൂണിയനിൽപ്പെട്ട എയർപോർട്ട് അതോറിറ്റി തൊഴിലാളികൾ സ്വകാര്യവൽക്കരണത്തിനെതിരെ സമരം ചെയ്തിരുന്നു. ഇനി അവരുടെ മുഖത്തെ എങ്ങനെ നോക്കും? അതിനി വേണ്ടി വരില്ല. അതിന് മുമ്പ് നമ്മുടെ പാർട്ടിക്ക് അദാനി ഊരുവിലക്കിടും. വിമാനത്താവളം നടത്തി പരിചയമില്ലാത്ത അദാനിക്ക് വിമാനത്താവളം കൊടുത്തത് ശരിയായോ? ആര് പറഞ്ഞു ആശാനെ പരിചയമില്ലെന്ന്? സ്ഥിരമായി വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരല്ലേ അവർ. മാത്രവുമല്ല, വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ എന്തായിരുന്നു സ്വീകരണം? അല്ല സഖാവേ, ഈ വിമാനത്താവളം പാട്ടത്തിന് കൊടുത്തതിൻ്റെ ലേലം വിളി എങ്ങനെയായിരുന്നു? നമ്മുടെ പെരുന്നാളിനൊക്കെ കോഴിയെ ലേലം വിളിക്കുന്ന പോലെയാണോ? അത് പിന്നെ ആശാനെ, ഓരോ യാത്രക്കാരനും എയർപോർട്ട് അതോറിറ്റിക്ക് നൽകുന്ന ഫീസിന്റെ അടിസ്ഥാനത്തിലാണ് ടെൻഡർ ക്ഷണിച്ചത്. തിരുവനന്തപുരത്ത് 168 രൂപ, ബാംഗ്ലൂര് 115, ജയ്പൂര് 174, ലക്നൗ 171, പിന്നെ അഹമ്മദാബാദ് 178 എന്നിങ്ങനെയാണ് ഫീസ്. അതെ, നമ്മൾ എത്ര രൂപയ്ക്കാണ് ടെൻഡർ വിളിച്ചത്? നമ്മുടെ വ്യവസായ വികസന കോർപ്പറേഷൻ കൊട്ടേഷൻ ചെയ്തത് ഏകദേശം
135 രൂപയ്ക്ക് 20% മറ്റവരെക്കാൾ കുറവായിരുന്നു. സഹാവേ, നമ്മൾക്ക് ഇതിനെതിരെ സമരം ചെയ്യണം. അദാനിക്ക് 635 ഏക്കർ ഭൂമി സൗജന്യമായി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് പിന്നെ 50 വർഷത്തെ പാട്ടത്തിനാ കൊടുക്കുന്നത്. ഫലത്തിലേ മുല്ലപ്പെരിയാർ പാട്ടവ്യവസ്ഥ പോലെയാകുമോ? ഈ 50 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ പാർട്ടിയും ഉണ്ടാകുമായിരിക്കും അല്ലേ? അല്ല, ഇടയ്ക്ക് നമുക്ക് നയത്തിൽ തിരുത്തൽ വരുത്താലോ. എടോ, പ്രധാനമന്ത്രി ഗാന്ധിമോഹന്റെ പാർട്ടിക്ക് ഒരു കൊട്ടു കൊടുത്തത് കേട്ടില്ലേ? ഓ, ഞാൻ കേട്ടില്ല സാർ. ഞാൻ ഈ കേരള സംരക്ഷണ ജാഥയുടെ മുദ്രാവാക്യം വിളി കേട്ട് 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 എൻ്റെ ചെവി അടഞ്ഞിരിക്കുക. എടോ, ഇതൊക്കെ നാട്ടിലുള്ള എല്ലാവരും കേട്ടതല്ലേ? സൈന്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യമേ ഒരു കുടുംബത്തിനാണ് ഗാന്ധിമോഹന്റെ പാർട്ടി നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമല്ലയോ? അതെ അതെ. അതിപ്പോ ആരാ കേൾക്കാത്തത്? കേട്ടാത്തൊന്നുമേ അത് ശരിയാണെന്ന് പ്രധാനമന്ത്രി സമർത്ഥിച്ചിട്ടുമുണ്ട്. 2009 ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് സൈന്യം ആവശ്യപ്പെട്ടതാണ്. ഒറ്റ ഒരെണ്ണം കൊടുത്തിട്ടില്ലെന്ന ആരോപണം ഈ ഗവൺമെന്റ് വന്നപ്പോഴാ കൊടുത്തെന്ന് പ്രധാനമന്ത്രി പറയുന്നു. അതൊക്കെ കാലാകാലങ്ങളിൽ വരുന്ന മാറ്റമല്ലേ ആശാനെ? നേരത്തെ വന്നില്ലെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ബോഫേഴ്സ് ഹെലികോപ്റ്റർ വാങ്ങിയ കേസ് ഇതൊക്കെ ഗാന്ധിമോഹന്റെ പാർട്ടിയിലുണ്ടല്ലോ. അഴിമതി ഇനി വേറെയും ഉണ്ടാശാനെ. സ്കൂളിനും ആശുപത്രിക്കും ദേശീയപാതയ്ക്കും ഒക്കെ ഗാന്ധിമോഹൻ കുടുംബാംഗങ്ങളുടെ പേര് എത്ര എണ്ണമാണുള്ളത്? അതൊക്കെ ഇന്ത്യ ഗേറ്റിലെ ദേശീയ യുദ്ധസ്മാരകം പൊതുജനത്തിന് തുറന്നു കൊടുത്തപ്പോഴേ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളതല്ലേ. നമ്മൾ ഇപ്പോഴും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയുമാണല്ലോ. ചുമ്മാ അല്ല നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഭരണം കിട്ടാത്തത്. സാറേ, ഞാൻ കേരളത്തിൽ നിന്ന് വരിക. ഭാവി പ്രധാനമന്ത്രി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നാ. ആണോ? ഇരിക്കൂ ഇരിക്കൂ. അയാൾ പറയുന്നത് കേട്ടിട്ട് ഒരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് സാറേ, ഞാൻ കേരളത്തിൽ നിന്നുള്ളൊരു സാധാരണക്കാരനാണ്. ഞാൻ വിചാരിച്ചില്ല എന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വിടുന്നു. നോക്കൂ, നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ കരുതുന്നത്? എൻ്റെ ഓഫീസിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ഞാൻ എല്ലാവരെയും സഹായിക്കാൻ തയ്യാറുമാണ്. എൻ്റെ വാതിലുകൾ ഞാൻ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണ്. ഞാനത് മുന്നേ പറഞ്ഞല്ലോ. പക്ഷേ അത് ഇലക്ഷൻ വരെ മാത്രം. ആട്ടെ, നിങ്ങൾ എന്തിനാണ് വന്നത്? പറയൂ. സാറേ, ഞാൻ കേരളത്തിൽ എനിക്ക് ചെറിയ ലോട്ടറി കച്ചവടമാണ്. നോക്കൂ, ഞാൻ ലോട്ടറി ഒന്നും എടുക്കാറില്ല കേട്ടോ. പിന്നെ എനിക്കൊരു ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട്. അതറിയണമെങ്കിൽ ഇലക്ഷൻ കഴിയണമെന്ന് മാത്രം. സാറേ, ഞങ്ങളുടെ ലോട്ടറി കച്ചവടമൊക്കെ ആകെ തകർന്ന അവസ്ഥയല്ല സാറേ. എന്താ കച്ചവടം ഇല്ലേ? കച്ചവടമുണ്ട്, പക്ഷെ സമ്മാനമില്ല. അടിക്കുന്ന സമ്മാനമാണെങ്കിൽ ആകെ 100-200 മാത്രം. ഒരു 500-ന് മേലുള്ള സമ്മാനം ആർക്കും അടിക്കുന്നതായിട്ട് എനിക്കറിയാൻ മേല. മാത്രമല്ല, ആ അടിക്കുന്ന സമ്മാനം എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയില്ല സാറേ. അതാണ് ശരിക്കും കേരള സർക്കാർ നിങ്ങളെപ്പോലുള്ളവരെ വഞ്ചിക്കുകയാണ്. നോക്കൂ, അതുകൊണ്ടല്ലേ അവർ GST ഏകീകരിക്കാൻ സമ്മതിക്കാത്തത്. സർ, കേരളത്തിൽ മാത്രമല്ല, പഞ്ചാബ്, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ പോലും സമ്മതിച്ചിട്ടില്ല. സാറേ, ഈ GST ഏകീകരിച്ചാലേ സത്യത്തിൽ ഈ കച്ചവടം കൂടുതലേ ഉള്ളൂ. കാരണം കേരള ലോട്ടറി അന്യസംസ്ഥാനത്തും വിൽക്കാം, അന്യസംസ്ഥാന ലോട്ടറി കേരളത്തിലും വിൽക്കാം. അപ്പൊ സത്യത്തിൽ ലാഭം കൂടുതലേ ഉള്ളൂ സാറേ. ആര് പറഞ്ഞു? അന്യസംസ്ഥാന ലോട്ടറികൾ കേരളത്തിലേക്ക് വന്നാൽ പിന്നെ ഈ സമ്മാനമില്ലാത്ത കേരള ലോട്ടറി ആരെടുക്കാൻ? ഞങ്ങൾ ലോട്ടറി കച്ചവടക്കാർ എന്ത് ചെയ്യും സാറേ? ഞാൻ നിങ്ങളെല്ലാവരെയും ഡൽഹിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. ഞാൻ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ തരാം. ഞാൻ നിങ്ങൾക്ക് ഫ്ലാറ്റ് തരാം, സൗജന്യ ചികിത്സ തരാം. പിന്നെ ദിവസവും നിങ്ങളുടെ കയ്യിൽ നിന്നും ഓരോ ലോട്ടറി ടിക്കറ്റും എടുക്കാം. എന്താ പോരെ? ഡൽഹിയിൽ ഫ്ലാറ്റ് തരാന്നോ? യെസ്. എൻ്റെ പൊന്ന് സാറേ, പുകമഞ്ഞും പൊടിക്കുവാറ്റായിട്ട് ലോകത്തെ ഏറ്റവും ഇടങ്ങേറി പിടിച്ച സ്ഥലങ്ങളിലൊന്നാണ് ഡൽഹി. പട്ടിണിയാണെങ്കിലും ഞങ്ങൾ ആ കേരളത്തിൽ കിടന്നോളാം. ഇച്ചിരി ശുദ്ധമായി സൃഷ്ടിച്ചാവാലോ. എന്നാ ഞാൻ ഇറങ്ങും സാറേ. സാറേ, എന്നാ പിന്നെ ഞാനും ഇറങ്ങിക്കോട്ടെ. ഇയാളും അയാളുടെ കൂടെ പോവുകയാണോ? അതല്ല സാർ, എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു. ഓ, അതാണോ? യു മേ ഗോ. ഓക്കെ സാർ. സാറേ നമസ്കാരം. യെസ്. ഞാനൊരു പാവപ്പെട്ടവനാ, കേരളത്തിൽ നിന്ന് പറഞ്ഞൊരു കർഷകനാ. എന്ത്? ഇരിക്കൂ ഇരിക്കൂ. കർഷകനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. വാരിക്കുന്തത്തിൻ്റെ നാട്ടിൽ നിന്നും വരുന്ന പുണ്യപുരാതന കർഷകനോ? സന്തോഷം. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പറയൂ. എനിക്ക് ഒരു സഹായം വേണമായിരുന്നു. എന്താണ്? ഓ, എലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി നിങ്ങളുടെ വീട്ടിൽ വന്ന് കപ്പയും ചേനയും ഒക്കെ കഴിക്കാൻ ക്ഷണിക്കാൻ വന്നതാവുമല്ലേ? കേരളത്തിലാവുമ്പോൾ കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ സൂപ്പർ കേട്ടോ. എൻ്റെ സാറെ, കഞ്ഞിയും ചമ്മന്തിയും പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അയ്യോ, അതെന്തു പറ്റി? ജീവിക്കാൻ മാർഗമില്ല സാറേ.
ഒരു കർഷകൻ എന്ന നിലയിൽ ജീവിതത്തോട് യുദ്ധം ചെയ്ത് ഞാൻ മടുത്തു. നിങ്ങളെപ്പോലുള്ള കർഷകരൊന്നും തളരരുത്. മണ്ണിനോട് മല്ലടിക്കുന്ന കർഷകരുടെ മനസ്സ് കരിമ്പാറയേക്കാൾ ഉറച്ചതാവണം, എന്നെ പോലെ. അല്ല, സാറ് കൃഷി ചെയ്യുമോ? അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോ കുറച്ച് താല്പര്യമുണ്ട് കേട്ടോ. വിളവെടുപ്പിന്റെ കാലമാണല്ലോ വരുന്നത്. ഓ, മനസ്സിലായി. നിങ്ങളുടെ കുടുംബം പരമ്പരയായിട്ട് ചെയ്തു വരുന്ന ആ കൃഷിയല്ലേ? സാറേ, എൻ്റെ പേരിലൊരു ബാങ്ക് ലോണുണ്ട്. അതിപ്പോൾ കുടിശ്ശികയായിട്ട് കിടക്കുക. ആ ലോണൊന്ന് എഴുതി തള്ളാൻ സാർ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. സഹായിക്കാം. നോക്കൂ, തെരഞ്ഞെടുപ്പ് കാലഘട്ടം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ സഹായിക്കാം. അപ്പോഴേക്കും ബാങ്കുകാരൻ്റെ വീട് ജപ്തി ചെയ്യും. ആണോ? അയ്യോ, കഷ്ടമായല്ലോ. നിങ്ങളുടെ വീട്ടിൽ കമുകുണ്ടോ? അടയ്ക്കാമരം ഉണ്ട് സാർ. എങ്കിലൊരു പണി ചെയ്യണം. നിങ്ങൾ ആ അടയ്ക്കാമരം വെട്ടി വാരിക്കുണ്ട ഉണ്ടാക്കണം. എന്നിട്ട് ആ വാരിക്കുണ്ടവുമായി പാകിസ്ഥാനിൽ പോയി അവരെ ശരിയാക്കണം. നോക്കൂ, നിങ്ങൾ ഇത്തരം സമര രീതി പുന്നപ്ര വയലാർ സമരത്തിൽ ഉപയോഗിച്ചാണല്ലോ. അതൊരു വിജയവുമായിരുന്നു. ആ സമരത്തിൽ പങ്കെടുത്ത് സ്വാതന്ത്ര്യ സമര പെൻഷൻ വാങ്ങിയവരല്ലേ നിങ്ങൾ. ഈ യുദ്ധത്തിൽ പങ്കെടുത്താലും പെൻഷൻ കിട്ടും കേട്ടോ. മുതിരയുടെ കാര്യമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓ, അപ്പൊ ആത്മഹത്യ അല്ലാതെ വേറെ നിവൃത്തിയില്ല. അല്ല, ഒരു നിമിഷം ഒന്ന് നിൽക്കൂ. ഒരു സംശയം ക്ലിയർ ചെയ്തോട്ടെ. ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് നിങ്ങളാണോ അതോ നിങ്ങളുടെ ജ്യേഷ്ഠനോ? അത് ഞാനാ. ഇപ്പൊ ഇവിടെ ഇരിക്കണത് എൻ്റെ ചേട്ടനാ. എന്തൊരു കഷ്ടമെന്നൊക്കെ വരണ്ടായിരുന്നു. അമ്നീഷ്യക്ക് മരുന്നുണ്ടായിരുന്നെങ്കിൽ ചിലർക്കൊക്കെ കുറേശ്ശെ കൊടുക്കായിരുന്നു. അപ്പം ചോദിക്കും, എന്താ ഈ അമ്നീഷ്യ എന്ന്. മറവി രോഗത്തിന് പറയുന്ന ഒരു പേരാണേ. അതിന്റെ മരുന്ന് അറിയാമായിരുന്നെങ്കിൽ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ ഒരു വൈദ്യശാല അങ്ങ് തുടങ്ങായിരുന്നു.